ഹലോ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും ന്യൂട്ടൺസിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. മിസ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ 9ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ബഹുപദങ്ങൾ എന്ന് പറയുന്ന പാഠമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു കുഞ്ഞു ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏതൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ആദ്യം പറയാനുണ്ട്. അതിലൂടെ തന്നെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഓക്കെ, യെസ്, അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ചതുരം എടുക്കുന്നു. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് റെക്റ്റാങ്കിളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു ചതുരം വരക്കുന്നുണ്ട്, ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ ആണല്ലോ? ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും, നീളവും വീതിയും ഞാനൊരു 3 സെന്റിമീറ്ററും ഒരു 2 സെന്റിമീറ്ററും എടുക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഞാൻ എഴുതുന്നുണ്ട് L is equal to ഈ പോലെ ആയല്ലേ. ഓക്കെ, L is equal to 3 സെന്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് B is equal to 2 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ലെങ്ത്തും ബ്രെഡ്ത്തും ഒരു റെക്റ്റാങ്കിളിന്റെ ചതുരത്തിന്റെ നീളവും വീതിയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറയുവാണ് ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ, പരപ്പളവ്, അതുപോലെ തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ഇപ്പോഴും അറിയാത്ത കുറച്ച് കുട്ടികൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ആദ്യമേ മുതൽ ഈ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ചാപ്റ്ററിൽ റെക്റ്റാങ്കിളിന്റെ സ്ക്വയറിന്റെ എല്ലാം ഏരിയ റോൾ എന്ന് പറയുന്നത് വളരെയധികം എല്ലാ ക്വസ്റ്റ്യനിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. പോളിനോമിയലിൽ റെക്റ്റാങ്കിളും സ്ക്വയർ എല്ലാം വരുന്ന ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഏരിയയും പരപ്പളവും ഏരിയ, അതുപോലെ തന്നെ പെരിമീറ്റർ, ചുറ്റളവും പരപ്പളവും കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ തീർച്ചയായും തന്നെ പഠിച്ചിരിക്കുക. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് മിസ് ആദ്യമേ ചാപ്റ്ററിലേക്ക് കിടക്കാതെ ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നമുക്കപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. യെസ്, അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ചതുരത്തിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? പെരിമീറ്റർ, ചുറ്റളവ് ഇസ് ഈക്വൽ ടു 2 into L plus B. എന്താണ്? 2 into L plus B ആണ് നമ്മളുടെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ. ആൻഡ് ഏരിയ ഇസ് ഈക്വൽ ടു L into B, നീളം ഇൻറ്റു വീതി അഥവാ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഇവിടെ നമ്മൾക്ക് ഒരാളെ മാത്രം എടുത്തൊന്ന് ചെയ്തു നോക്കാം. പെരിമീറ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ചുറ്റളവ്, പെരിമീറ്റർ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് എഴുതുന്നുണ്ട്. പെരിമീറ്റർ ചുറ്റളവ് ഇസ് ഈക്വൽ ടു 2 into L plus B. നമ്മൾ ഇക്വേഷൻ ഓൾറെഡി എഴുതി. എല്ലും ബിയും നമ്മൾക്കറിയാലോ, നേരെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2 into ലെങ്ത്, നീളം എന്ന് പറയുന്നത് എത്രയാണ്? 3 സെന്റിമീറ്റർ. 3 പ്ലസ് ബ്രെഡ്ത്ത് B, വീതി എന്ന് പറയുന്നത് എത്രയാണ്? 2 സെന്റിമീറ്റർ. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള ആളുകളെ വേണം ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. 3 പ്ലസ് 2 എത്രയാണ്? 6. ദാറ്റ് ഈസ് 12 സെന്റിമീറ്റർ എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആൻഡ് ഏരിയയും നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏരിയയും കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. യെസ്, ഇനി നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ നീളവും അതുപോലെ തന്നെ വീതിയും എത്രയോ സെന്റിമീറ്റർ കൂടി. ഓക്കെ, എന്താണ്? ഈ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിന്റെ നീളം എത്രയാണോ കൂടിയത് അത്ര സെന്റിമീറ്റർ തന്നെ വീതിയും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നീട്ടി ഒന്ന് വരക്കുന്നുണ്ട്. നീളം എന്ന് പറയുന്നത് എത്രയോ സെന്റിമീറ്റർ കൂടി, വീതി എന്ന് പറയുന്നതും എത്രയോ സെന്റിമീറ്റർ കൂടി. ഇവിടെ 2 സെന്റിമീറ്റർ ആയിരുന്നു ഇതിന്റെ അളവെന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു റെക്റ്റാങ്കിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? എത്രയാണ് കൂടിയതെന്ന് നമ്മൾക്ക് അറിയത്തില്ല. ഓക്കെ, എത്ര ദൂരമാണ് അല്ലെങ്കിൽ എത്ര അകലമാണ് അവിടെ കൂടിയിരിക്കുന്നത് അറിയത്തില്ല. ഈ അറിയാത്ത ആളുകൾക്ക് ഒരു പേര് നമ്മൾ മാത്സിൽ കൊടുക്കാറുണ്ട്. എന്താണ്? അത് തന്നെ എക്സ്. ഓക്കെ ആണല്ലോ? എന്താണ്? എക്സ്. നമുക്ക് അറിയത്തില്ല എത്ര നീളമാണ് കൂടിയതെന്ന് ഞാൻ അതിനെ എക്സ് എന്ന് കൊടുത്തു. ഇവിടെ 2 സെന്റിമീറ്റർ ആയിരുന്നു വീതി തന്നിരിക്കുന്നത്. വീതിയും 2 സെന്റിമീറ്ററിൽ നിന്ന് എത്ര സെന്റിമീറ്റർ കൂടി? എക്സ് സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മിസ് ഇതെല്ലാം ഒന്ന് മായ്ക്കുന്നുണ്ട്. ആദ്യത്തെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഒരു റെക്റ്റാങ്കിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ പെരിമീറ്ററും ഏരിയയും എങ്ങനെ കണ്ടുപിടിക്കുക, ചുറ്റളവും പരപ്പളവും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഇനി ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, ലെങ്ത്ത്, നീളം എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യം നമ്മൾക്ക് ഇവിടെ മുതൽ ഇവിടെ വരെ 3 സെന്റിമീറ്റർ ആയിരുന്നു. 3ന്റെ കൂടെ എത്രയോ സെന്റിമീറ്റർ കൂടിയിട്ടുണ്ടല്ലോ. 8 സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്. അപ്പോൾ നീളം എന്ന് പറയുന്നത് എന്തായി മാറി? 3 എന്നുള്ളത് 3 പ്ലസ് എക്സ് ആയി മാറി. ക്ലിയർ ആണല്ലോ? എന്നാലല്ലേ ഈ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടത്തുള്ളൂ. 3ന്റെ കൂടെ ആ എക്സ് കൂടി കൂട്ടണം. ക്ലിയർ? ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത്, വീതി.
വീതി 2 സെന്റിമീറ്റർ ആണ് ഉണ്ടായിരുന്നത്, അവിടെയും എത്ര സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്? എച്ച് സെന്റിമീറ്റർ കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 + h എന്ന് നമ്മൾക്ക് ആരെയും എഴുതാം? നമ്മളുടെ വീതിയെയും എഴുതാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയാൽ നേരെ പെരിമീറ്റർ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പെരിമീറ്റർ. നമുക്ക് നേരെ ഇക്വേഷൻ എഴുതാം. മാത്സിൽ ഇക്വേഷനുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും ഇക്വേഷൻ എഴുതാൻ മടിക്കരുത്, എല്ലാത്തിലും ഇക്വേഷൻ എഴുതണേ. ദാറ്റ് ഈസ് 2 × L + B ആണ് നമ്മളുടെ എന്ത് വന്നിരിക്കുന്നത്? പെരിമീറ്ററിന്റെ ഇക്വേഷൻ. ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾക്കറിയാലോ. അപ്പോൾ ഞാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണേ. 2 × L + B. L എന്ന് പറയുന്നത് 3 + h പ്ലസ് ബി എന്ന് പറയുന്നത് 2 + h. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ബ്രാക്കറ്റിലുള്ള ആളുകളെ ഞാൻ ആദ്യം ചെയ്യുന്നു. 2 × നമ്പർ ആദ്യം നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സിനെ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 3 + 2 5, പിന്നെ h + h. h + h എത്രയാണ്? 2h. മാറിപ്പോവരുത്, h × h ആണ്, h². h + h എന്ന് പറയുമ്പോൾ എത്രയാണ്? 2h എന്ന് പറയും അല്ലെ. ഒരു പേനയും മറ്റൊരു പേനയും കൂടി കൂട്ടിയാൽ 2 പേനയല്ലേ കിട്ടുന്നത്. അപ്പോൾ 2h, ദാറ്റ് ഈസ് 2h. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ് ബ്രാക്കറ്റ് ഓപ്പണിംഗ്. ഓക്കെ ആണല്ലോ, അത് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓക്കെ, അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുവാണ്. എന്ന് പറഞ്ഞാൽ ഈ 2നെ 5 കൊണ്ടും അല്ലെങ്കിൽ 2hനെയും എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം, ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. 2 × 5 എത്രയാണ്? 10 പ്ലസ് 2 × 2h എത്രയാണ്? 4h. 2 × 2 4, ഒരു h കൂടി വരുന്നുണ്ട്, സോ 4h. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വന്നിരിക്കുന്നത്? പെരിമീറ്റർ, ചുറ്റളവ് വന്നിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ് വേരിയബിൾ അല്ലെ, എക്സ് എന്ന് പറയുന്ന ആൾ കൂടി വന്നിട്ടാണ് നമുക്ക് ഈ ഒരു പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടിയിരിക്കുന്നത്. ഇവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? P(x) എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, അപ്പോൾ P(x) പോളിനോമിയൽ ബഹുപദം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇവിടെ പെരിമീറ്റർ ആയതുകൊണ്ടാണ് P(x) എന്ന് എടുത്തിരിക്കുന്നത്. ഏരിയ പരപ്പളവാണെങ്കിൽ നമ്മൾ ഏരിയ A(x) എന്ന് എടുക്കും. ഓക്കെ, ഇനി വ്യാപ്തം വോളിയം ആണെങ്കിൽ V(x) എന്ന് എടുക്കുന്നു. ഓക്കെ, അതെല്ലാം ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത് പോകട്ടോ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓരോ ക്വസ്റ്റ്യനിലും എടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. സെറ്റ് ആണല്ലോ. അപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? 10 + 4h ആണ് P(x) നമ്മളുടെ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ കിട്ടിയിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, അതുകൂടി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം, ബാക്കി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ ഒരു P(x) തന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 10 + 4h എന്ന് പറയുന്നതാണ് P(x) വന്നിരിക്കുന്നത്. നമ്മളോട് P(1), P(2), P(3) എന്ന് പറഞ്ഞാൽ ഒത്തിരി വാല്യൂസ് ഒക്കെ ഉണ്ട്. ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ P(x) എത്ര വരും എന്നാണ് ചോദിക്കുക. എന്താ എക്സിന് വാല്യൂസ് മാറ്റി കൊടുക്കാനായിട്ട് തരും. ഒരു ഉദാഹരണം കാണിച്ചു തരാം. P(x) എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 10 + 4h ആണ്. ഇനി നമ്മളോട് പറയാം P(1) കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഈ എക്സ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ് ഇവിടെ നീളം കൂടിയതെങ്കിൽ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ എക്സിന് പകരം എന്താ വന്നിരിക്കുന്നത്? 1. അപ്പോൾ ഇവിടെ എക്സിന് പകരം എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. എന്താണ്? P(x) തന്നിട്ടുണ്ട്, എന്നിട്ട് പറയുന്നു P(1) കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ ഈ 1ന് പകരം ഈ എക്സിന് പകരം ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? 1. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് 10 + 4 × x. ദാറ്റ് ഈസ് 4 × എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? 1 കൊടുക്കണം. 1 കൊടുത്തു. ദാറ്റ് ഈസ് 10 + 4 × 1 4. 10 + 4 എത്രയാണ്? 14. കണ്ടോ, ക്ലിയർ ആയിട്ട് കിട്ടിയത് കണ്ടോ? അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കാം. ഇനി P(1) നോക്കി. ഇനി നമുക്ക് ഒരു 10 നോക്കിക്കളയാം അല്ലെ. P(10) എന്ത് വാല്യൂ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് ആ വാല്യൂ മാറ്റി കൊടുത്താൽ മതിയാവും. ഓക്കെ, 10 + 4h ആണ് P(x). അപ്പോൾ 10 + 4 × x. എക്സിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 10. 4 × 10 എന്ന് വന്നു. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് 10 + ആദ്യം ഇൻറ്റു എല്ലാം ചെയ്തിട്ട് വേണം കേട്ടോ പ്ലസിലേക്ക് കിടക്കാൻ. ബോർഡ് മാസ് റൂളൊക്കെ അറിയാലോ. യെസ്, 4 × 10 എത്രയാണ്? 40. ദാറ്റ് ഈസ് എന്താ വരിക?
10 + 40 എത്രയാണ്? 50. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് മിസ് ഇഷ്ടമുള്ള ഒരു വാല്യൂസ് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ വരാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് പി ഓഫ് എക്സ് എത്ര, പി ഓഫ് എക്സ് തന്നിട്ട് എന്താണ് പി ഓഫ് 1 2 3 100 എത്ര വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എക്സിന് പകരം തന്നിരിക്കുന്ന വാല്യൂ നേരെ കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോയിക്കോട്ടെ. നമ്മൾക്ക് ഒരു പോളിനോമിയൽ ആണോ അല്ലെങ്കിൽ ഒരു പി ഓഫ് എക്സ് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് പോളിനോമിയൽ ആണോ എന്നെല്ലാം ചോദിക്കും. ഓക്കെ, അതുകൂടി ഒന്ന് പറഞ്ഞേക്കാം. പോളിനോമിയൽ ആവണമെങ്കിൽ എക്സിൻ്റെ പവറിൽ ഒരു ഹോൾ നമ്പേഴ്സ് ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, എന്താണ്? എക്സിൻ്റെ പവറിൽ ഹോൾ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതെന്താവത്തുള്ളൂ? അതൊരു പോളിനോമിയൽ ആവത്തുള്ളൂ. ഓക്കെ ആണല്ലോ? x⁻⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബഹുപദമായിട്ട് എടുക്കാൻ സാധിക്കില്ല, പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കില്ല. ഈ x⁻⁻1 എന്ന് പറയുന്നത് 1/xനെയാണ് നമ്മൾ x⁻⁻1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള മറ്റൊരാളാണ് x⁻1/2. ഓക്കെ, x⁻1/2 വന്നു കഴിഞ്ഞാലും അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, അതൊരു പോളിനോമിയൽ ബഹുപദമായിട്ട് നമ്മൾക്ക് കൺസിഡർ എടുക്കാനായിട്ട് സാധിക്കില്ല. ഈ x⁻1/2 എന്ന് പറയുന്നത് എത്രയാണ്? √xനെയാണ് x⁻1/2 എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾ നമ്മുടെ എന്താണ് മിസ്സിൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയേക്കാം. യെസ്, റെക്റ്റാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത് ചെറിയ സൈഡ് ഷോർട്ടർ സൈഡ് എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറിയ വശം എത്രയായിട്ട് എടുക്കണം? എക്സ് സെൻറ്റിമീറ്റർ ആയിട്ട് എടുക്കണം. ഓക്കെ, ആയിക്കോട്ടെ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വൺ സൈഡ് 1 സെൻറ്റിമീറ്റർ ലെസ് ദാൻ അതർ. ഓക്കെ, ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റു സൈഡിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ്. നമ്മൾക്ക് അതൊന്ന് വരച്ചു നോക്കിയാലോ? യെസ്, ഞാൻ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നുണ്ട്. കണ്ടോ റെക്റ്റാങ്കിളിൻ്റെ ഒരു പ്രാധാന്യം കണ്ടോ? എല്ലാ ക്വസ്റ്റ്യനിലും ഈ റെക്റ്റാങ്കിൾ സ്ക്വയർ തന്നെ നമ്മൾക്ക് എന്താണ് വരാനായിട്ട് ചാൻസ്. ഓക്കെ, ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഒരു റെക്റ്റാങ്കിൾ വരച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഒരു സൈഡ് മറ്റു സൈഡിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ് എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു 5 സെൻറ്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് എന്ന് പറയുന്നത് 5നേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ. ക്ലിയർ ആയോ? ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റു സൈഡിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ്. ആ ചെറിയ സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1 സെൻറ്റിമീറ്റർ എന്താണ് മറ്റു സൈഡിനേക്കാൾ, രണ്ടാമത്തെ സൈഡിനേക്കാൾ കുറവാണെന്നാണ് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം എടുത്ത് കാണിച്ചതാണ്. ഇവൻ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ കുറവ് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചെറിയ സൈഡ് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രെഡ്ത്ത് വീതി ഞാൻ എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ലെങ്ത് തന്നിട്ടില്ല, പക്ഷേ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാലേ. ഇവിടെ ഞാൻ എക്സ് ആയിട്ടാണ് എടുത്തത്. ഓക്കെ, അപ്പോൾ 4 എന്ന് പറയുന്നത് എക്സ് ആണ്. ദെൻ 5 എന്ന് പറയുന്നത് ഈ 4ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴല്ലേ എനിക്ക് 5 കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ എക്സിൻ്റെ കൂടെ x+1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? x+1 ആയിട്ട് എടുക്കാമല്ലോ. എന്താ കാര്യം? ചെറിയ സൈഡ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ആയിട്ട് എടുക്കാം. ആൻഡ് വലിയ സൈഡ് എന്ന് പറയുന്നത് അല്ലേ, എന്ന് പറഞ്ഞാൽ വലുതിനേക്കാൾ 1 സെൻറ്റിമീറ്റർ കുറവാണ് ചെറുത്. തിരിച്ചു പറയുമ്പോൾ എന്ത് പറയാം? ഇവിടെ 4 എടുത്തു, ഇവിടെ 5 എടുത്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ 4 എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4ൽ നിന്ന് 1 കൂട്ടുമ്പോഴാണ് നമ്മൾക്ക് എത്ര കിട്ടുന്നത്? 5 കിട്ടുന്നത്. കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ, സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും വന്നിട്ടുണ്ട്. 4ഉം 5ഉം എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഞാൻ നേരെ എഴുതുന്നുണ്ട്. ലെങ്ത്ത് നീളം = x+1 ആൻഡ് ബ്രെഡ്ത്ത് വീതി = x. ഓക്കെ, ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, പെരിമീറ്റർ പി ഓഫ് എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പെരിമീറ്റർ ചുറ്റളവ് എടുക്കണം. ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പി ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് എന്തായിട്ടാണ് എടുക്കുന്നത്? പെരിമീറ്ററിനെയാണ് നമ്മൾ പി ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത്, ചുറ്റളവ്. അപ്പോൾ നമുക്ക് നേരെ ഇക്വേഷൻ എഴുതാം. പെരിമീറ്റർ ചുറ്റളവ് എന്തായിരുന്നു ഇക്വേഷൻ? ജസ്റ്റ് പഠിച്ചതേ ഉള്ളൂ അല്ലേ. എന്താണ്? 2 × L + B. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് നേരെ എഴുതാം. പി ഓഫ് എക്സ് = 2 × L എത്രയാണ്? x+1 + B എത്രയാണ്? x ആണ്. ക്ലിയർ ആണല്ലോ? ദാറ്റ് ഈസ് 2 ×
എച്ച് പ്ലസ് എച്ച് എത്ര എച്ച് ആണ്? ഒരു പേന പ്ലസ് ഒരു പേന എത്ര പേനയായി? 2 പേനയായി. എച്ച് സ്ക്വയർന്ന് മാറിപ്പോവാറുണ്ട് കുട്ടികൾക്ക്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 2x, പിന്നെ ഒരു പ്ലസ് 1 കൂടി ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ 2 കൊണ്ട് ഈ 2xനെയും 1നെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് 2 ഇൻറ്റു 2h, എത്ര h ആയി? 4h പ്ലസ് 2 ഇൻറ്റു 1 2. ഓക്കെ ആണല്ലോ. ദാ നമ്മളുടെ പി ഓഫ് എക്സ് കിട്ടി. ഇതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട്. ക്ലിയർ ആയല്ലോ, സെറ്റ് ആയല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇത്രയും ഉള്ളൂ, കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. യെസ്, സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഓക്കെ, ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഓഫ് എക്സ് ആയിട്ട് എടുക്കണം, എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. സെറ്റ് ആണല്ലോ. അപ്പോൾ ഏരിയ കാണാൻ, പരപ്പളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ മിസ് ഇതാ ആദ്യം എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ് ഏരിയ? അല്ലെ, ഒരു റെക്റ്റാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ പരപ്പളവ് ഈസ് ഈക്വൽ ടു L ഇൻറ്റു ബി. ഓക്കെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, നീളം ഇൻറ്റു വീതി. അപ്പോൾ നീളം എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ഇൻറ്റു ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എക്സ് ആണ്. ബ്രാക്കറ്റ് ഇടണം, കാരണം എക്സ് പ്ലസ് 1 അത് ഒരാളാണ് അല്ലേ. ആ ലെങ്ത്തിന്റെ ഫുൾ ലെങ്ത് എന്നല്ല, ആ ലെങ്ത് ഫുള്ളാണ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിനെ ടോട്ടലായിട്ട് ബി കൊണ്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. ഇവിടെയും എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പണിംഗ്. ദാ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 1. എക്സ് ഇൻറ്റു എക്സ്, ഇവിടെ പ്ലസ് അല്ലല്ലോ, എക്സ് ഇൻറ്റു ആണ്. അപ്പോൾ എന്ത് വരും? സ്ക്വയർ വരും. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 1 എത്രയാണ്? എക്സ് തന്നെയാണ്. ദാ നമ്മൾക്ക് ദാ എ ഓഫ് എക്സും ലഭിച്ചു. കണ്ടോ, ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എവിടെ കിട്ടും അല്ലേ? പോളിനോമിയൽസ്. യെസ്, അപ്പോൾ ദാ എ ഓഫ് എക്സും കണ്ടുപിടിച്ചു, പി ഓഫ് എക്സും കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ. ഇതായിരുന്നു നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് 2 സബ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ തന്നെ 2 സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, കമ്പ്യൂട്ട് പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 4, പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു പി ഓഫ് എക്സിൽ എന്ത് കൊടുക്കണം? 1ഉം 2ഉം 3ഉം 4ഉം 5 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ വരുന്നത്, ആൻഡ് ആ ആൻസർ എന്തെങ്കിലും പാറ്റേണിലാണോ എന്ന് കൂടി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പി ഓഫ് എക്സ് കിട്ടിയാൽ പി ഓഫ് 1ഓ 2ഓ 100ഓ 1000ഓ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ ആദ്യമേ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 4x പ്ലസ് 2 ആണ്. അപ്പോൾ മിസ് അതൊന്ന് എടുത്ത് എഴുതുന്നുണ്ട്. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 4x പ്ലസ് 2. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പി ഓഫ് 1 വേണം, 2, 3, 4, 5. അപ്പോൾ വേഗം ഒന്ന് കണ്ടുപിടിച്ചാലോ. യെസ്, ദാറ്റ് ഈസ് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 1. 4 ഇൻറ്റു എക്സ്, 4 ഇൻറ്റു 1 അല്ലേ, എക്സിന് പകരം 1 കൊടുത്തു, പ്ലസ് 2. അപ്പോൾ 4 ഇൻറ്റു 1 എത്രയാണ്? 4 ആണ്. പ്ലസ് 2 വരുമ്പോൾ എത്രയാണ്? 6 ആണ്. ആൻസർ കിട്ടി. ഇനി അടുത്തത് പി ഓഫ് 2 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സിന് പകരം 2 കൊടുക്കണം. 4 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 2, പിന്നെ ഒരു പ്ലസ് 2 ഉണ്ട്. ഓക്കെ ആണല്ലോ. 4 ഇൻറ്റു 2 എത്രയാണ്? 8 പ്ലസ് 2 അവിടെ ബാലൻസ് ഉണ്ട്. 8 പ്ലസ് 2 എത്രയാണ്? 10 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ പി ഓഫ് 3 കഴിഞ്ഞിട്ടില്ല കേട്ടോ, 5 വരെയും കണ്ടുപിടിക്കണം. ഓക്കെ, പി ഓഫ് 3 നോക്കാം. 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3, പിന്നെ ഒരു പ്ലസ് 2 ഉണ്ട്. 4 ഇൻറ്റു 3 എത്രയാണ്? 12 പ്ലസ് 2 12 പ്ലസ് 2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 14. യെസ്, ഓക്കെ, 12 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 14 എന്ന് കിട്ടി. സെറ്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് 4. പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? 4 കൊടുക്കണം. അപ്പോൾ 4 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 4 പ്ലസ് 2 കൂടി അവിടെ ഉണ്ട്. 4 ഇൻറ്റു 4 16 പ്ലസ് 2 ദാറ്റ് ഈസ് എത്ര വന്നു? 18 എന്ന് വന്നു. ലാസ്റ്റ് ഒരാൾ കൂടി കണ്ടുപിടിക്കണം. പി ഓഫ് 5 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം വീണ്ടും 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 4 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആട്ടോ ചെയ്യുന്നത്. ഓക്കെ, 4 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 5 പ്ലസ് 2, 4 ഇൻറ്റു 5 എത്രയാണ്? 20 പ്ലസ് 2 ദാറ്റ് ഈസ് 22. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് അല്ലെ പി ഓഫ് എക്സ് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കാണും അല്ലെ. പി ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ പി ഓഫ് 1ഓ 2ഓ എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആളുകളെയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവരെന്തെങ്കിലും ക്രമം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേണിലാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ക്രമത്തിലാണോ പോയിരിക്കുന്നത് എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കിയേക്കാം. ആദ്യം വന്നിരിക്കുന്നത് 6, 10, 14, 18, 22. അപ്പോൾ നോക്കിക്കേ,
6ൽ നിന്ന് 4 കൂട്ടിയാൽ 10 കിട്ടി. 10ൽ നിന്ന് വീണ്ടും 4 ആഡ് ചെയ്യുമ്പോൾ 14 കിട്ടി. വീണ്ടും 18, വീണ്ടും 4 കൂട്ടുമ്പോൾ 22. അപ്പോൾ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 4 കൂടിയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ? ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് അടുത്ത അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, എന്തുകൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. A of x നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഈ A of xൽ A of 1, A of 2, A of 3, A of 4, A of 5 എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരും ഏതെങ്കിലും ഒരു പാറ്റേണിലാണോ വന്നിരിക്കുന്നത് എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. A of x is equal to തന്നിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് x² + x ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A of xന് പകരം എന്താ A of 1 കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, xന് പകരം 1 കൊടുക്കാം. x² എന്ന് പറയുമ്പോൾ 1² + x എന്ന് പറഞ്ഞാൽ +1. ദാറ്റ് ഈസ് 1² 1 + 1 ദാറ്റ് ഈസ് എത്ര വന്നു, 2 വന്നു. ഓക്കെ, ദെൻ A of 2 കണ്ടുപിടിക്കാം. x² എന്ന് പറയുമ്പോൾ 2² + x. അപ്പോൾ 2² + xന് പകരം അവിടെ 2 ആണ്. ദാറ്റ് ഈസ് 4 + എത്രയാ 2 എത്രയാണ് വരുന്നത്, 6 വന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇവനെയും കണ്ടുപിടിക്കുക. P of x നമ്മൾ ചെയ്തില്ലേ, ഇതുപോലെ ആരെയും കണ്ടുപിടിക്കണം. A of 1, A of 2, A of 3, A of 4 ഇവരെയും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ഏത് പാറ്റേണിലാണ് A of 1 മുതൽ A of 5 വരെ വന്നിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. യെസ്, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക കേട്ടോ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ഒരു റെക്റ്റാങ്കിൾ ഷീറ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു റെക്റ്റാങ്കിൾ ഷീറ്റിൽ നിന്ന് ഈ ഒരു റെക്റ്റാങ്കിൾ ഷീറ്റിൽ നിന്ന് 4 വെർട്ടെക്സിൽ നിന്നും 4 മൂലയിൽ നിന്നും ഒരു സ്ക്വയർ ഷേപ്പിൽ പീസുകൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവൻ 7 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇവൻ 5 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെട്ടി മാറ്റിയ ഈ ഒരു പീസ് നമ്മൾക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ വെട്ടി മാറ്റിയിട്ട് ഇവരെല്ലാവരെയും വെട്ടി മാറ്റിയ ഈ പീസും ഈ ഒരു പീസ് ആൻഡ് ഈ ഒരു പീസ് ഈ ഒരു പീസ് ഈ 4 പീസും കൂടി നേരെ ഇങ്ങനെ മടക്കി നേരെ ആക്കിയപ്പോൾ നമുക്ക് ഈ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെട്ടി മാറ്റിയതിൻ്റെ ഒരു ലെങ്ത്ത്, ഈ ഒരു സ്ക്വയറിൻ്റെ സമചതുരത്തിൻ്റെ ഈ ഒരു ലെങ്ത്ത് അറിയാത്തവർക്ക് പേരെന്താണ്, അതെ അവൻ തന്നെയാണ് എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അതൊരു സ്ക്വയർ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞ റെക്റ്റാങ്കിൾ വെട്ടിമാറ്റിയെന്നാണോ? ഓക്കെ, സ്ക്വയർ ആട്ടോ വെട്ടിമാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്വയറിൻ്റെ സൈഡ് എല്ലാം ഈക്വൽ ആണെന്ന് അറിയാം. അപ്പോൾ ഇവനും എക്സ് ആണ്, ഇവനും എക്സ് ആണ്, ഇവനും എക്സ് ആണ്, ഇവനും എക്സ് ആണ്. ഓക്കെ ആണല്ലോ? യെസ്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ബോക്സിൻ്റെ ഈ ഒരു ഹൈറ്റും എത്ര തന്നെയായിരിക്കും, എക്സ് ആയിരിക്കും. ഈ വെട്ടിമുറിച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, അതാണല്ലോ ഇങ്ങനെ നേരെ വരുമ്പോൾ നേരെ എന്താണ് അതിൻ്റെ ഉയരം, ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവനാണ് നമ്മളുടെ എക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഡയമെൻഷൻസ് എഴുതാനാണ്. എന്ന് പറഞ്ഞാൽ ഈ ബോക്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എക്സിൻ്റെ ടേമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ തന്നിരിക്കുന്ന ബോക്സ് നമുക്കൊന്ന് വരച്ചേക്കാം. ഒരു റെക്റ്റാങ്കിൾ ഉണ്ടായിരുന്നു, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആയിരുന്നു. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിരുന്നു. ഓക്കെ, ഈ 4 മൂലകളിൽ നിന്നും എന്തോ ഒരു അളവിൽ നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് ഈ ഒരു ലെങ്ത്തിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. എക്സ് എല്ലാവരും എക്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്മളുടെ ബോക്സ് ഉണ്ടല്ലോ, ഈ ഒരു ഷേപ്പ് ഇങ്ങനെ മുറിച്ചാണ് നമ്മൾ ഇവിടെ ഒരു ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിൽ. അപ്പോൾ ഈ ഒരു ഹൈറ്റ് മിസ് പറഞ്ഞതുപോലെ ഈ ഒരു എക്സിനെയാണ് നമ്മൾ നേരെ വെക്കുമ്പോൾ അവിടെ ഉയരമായിട്ട് വരുന്നത് എക്സ് എന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഡയമെൻഷൻസ് എഴുതാം. ഫസ്റ്റ് വൺ ഹൈറ്റ് നമ്മൾക്ക് ഓൾറെഡി കിട്ടി, എക്സ് ആണ്. ഓക്കെ ആണല്ലോ? ഉയരം എക്സ് ആയിട്ട് കിട്ടി. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം അല്ലേ? എല്ലാവരും സൂക്ഷിച്ച് നോക്കിക്കേ. ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും 7 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 7ൽ നിന്ന് ഈ എക്സും മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ ആ ഒരു ചെറിയ ലെങ്ത് കിട്ടുമല്ലോ. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ 7 മൈനസ് ഈ ഒരു എക്സും മൈനസ് ചെയ്യുമ്പോൾ 7 മൈനസ് 2x എന്ന് വരും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾക്ക് ലെങ്ത്തും കിട്ടി 7 മൈനസ് 2x. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബ്രെഡ്ത്തിൻ്റെ നീളം എന്തായിരിക്കും? വീതി എങ്ങനെ പറയാം? വീതി ഈ അറ്റം മുതൽ എത്രയാണ്? ഈ അറ്റം മുതൽ യെസ്
ഈ അറ്റം മുതൽ ഈ അറ്റം വരെയും 5 സെന്റിമീറ്റർ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾക്ക് ഈ ഇത്രയും പീസ് നമ്മൾ മുറിച്ച് കളഞ്ഞു. ഈ ഒരു പീസും വേണ്ട, ഈ ഒരു പീസ് നമ്മൾക്ക് വേണ്ട. ഓക്കെ, ഇവരെ മുറിച്ച് കളഞ്ഞു. ബാക്കി ഇത് എത്രയാണ് ഉണ്ടാവുക? 5ൽ നിന്ന് ഈ 2 എക്സുകളെയും മൈനസ് ചെയ്താൽ പോരെ. 5 മൈനസ് 2 എക്സ് ആണ് എന്ത് വരുന്നത്? നമ്മളുടെ ബ്രെഡ്ത്തും വരുന്നത്. അപ്പോൾ നീളവും വീതിയും അതുപോലെ തന്നെ ഉയരവും നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്, അതുകൊണ്ടാണ് 2x എന്ന് വന്നത്. ക്ലിയർ? അപ്പോൾ ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എക്സിന്റെ ടേമിൽ ആ ഡയമെൻഷൻസ് ചെയ്ത ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് കടന്നാലോ? യെസ്, നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത് നോക്കാം. ഓക്കെ, വോളിയം ഞാൻ ആദ്യം ഡിനോട്ട് ചെയ്ത് ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു അല്ലേ. വോളിയം, വ്യാപ്തം കണ്ടുപിടിക്കണം. ഓക്കെ, വി ഓഫ് എക്സ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ അറിയാമോ? വളരെ സിമ്പിൾ ആണ്. വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. എന്താണ്? വ്യാപ്തം ഈസ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഓക്കെ ആണല്ലോ. ഓൾറെഡി എല്ലാവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീളവും വീതിയും ഉയരവും എല്ലാം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് വി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സിന്റെ ടേമിൽ എഴുതാൻ പോവാണേ. ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 മൈനസ് 2x, 7 മൈനസ് 2x ഇൻറ്റു ബ്രെഡ്ത്ത് 5 മൈനസ് 2x, 5 മൈനസ് 2x ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതാണ് നമ്മളുടെ വി ഓഫ് എക്സ്. ഇതിനിപ്പോൾ ബ്രാക്കറ്റ് ഓപ്പണിംഗ് ചെയ്യണമെന്നില്ല, ഇങ്ങനെ വരെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോൾ വി ഓഫ് എക്സും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, വളരെ സിമ്പിൾ, പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലേ. ഓക്കെ, വളരെ സിമ്പിൾ ആണോ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ എന്താണ്? വി ഓഫ് എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. കമ്പ്യൂട്ട് വി ഓഫ് 1/2, വി ഓഫ് 1, വി ഓഫ് 1 1/2. എന്താണ് പറയുന്നത്? വി ഓഫ് 1/2ഉം വി ഓഫ് 1ഉം വി ഓഫ് 1 1/2ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി ഓഫ് എക്സ് കിട്ടിയാൽ ഈ എക്സിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചല്ലേ, എക്സ്പേർട്ട് ആയി കാണും അല്ലേ. ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴേക്കും നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. വി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 7 മൈനസ് 2x ഇൻറ്റു 5 മൈനസ് 2x ഇൻറ്റു എക്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എന്തൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? വി ഓഫ് 1/2 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വി ഓഫ് 1/2 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 1/2 കൊടുക്കണം. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 മൈനസ് 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു എക്സ് എത്രയാണ്? 1/2 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു എക്സ്. അവിടെയും എന്താ? എക്സിന് പകരം എന്ത് കൊടുക്കണം? 2 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2. ഇവിടെ എക്സിൻ്റെ ടേംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്തു? 1/2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. യെസ്, ദാറ്റ് ഈസ് ഇവിടെ നോക്കിക്കേ, ഈ 2ഉം എനിക്ക് കട്ട് ചെയ്ത് കളയാം. ഈ 2ഉം ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ബാക്കി ആരൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് എഴുതിയേക്കാം. ദാറ്റ് ഈസ് 7 മൈനസ് ഇവിടെ 2ഉം ഇവിടത്തെ 2ഉം പോയി. ഇനി അവിടെ 1 മാത്രമേ ബാക്കിയുള്ളൂ. 1 ഇൻറ്റു 5 മൈനസ് ഇവിടെയും 2ഉം പോയാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഇനി 1 മാത്രമേ ഉള്ളൂ. 1 ഇൻറ്റു 1/2. ഓക്കെ, ദാറ്റ് ഈസ് 7 മൈനസ് 1, 6 ഇൻറ്റു 5 മൈനസ് 1, 4 ഇൻറ്റു 1/2. ഇനി സിമ്പിളായി കണ്ടുപിടിക്കാം അല്ലേ. ഒന്നില്ലെങ്കിൽ ഇവരെ രണ്ടുപേരും കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 6നെ കട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 6 ഇൻറ്റു 2 12 സെൻറ്റിമീറ്റർ ക്യൂബ്. ക്ലിയർ ആയല്ലോ. സുഖമായി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ വി ഓഫ് 1/2 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് വി ഓഫ് 1 കൂടി ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, യെസ്, അപ്പോൾ വി ഓഫ് 1 ആണ് നമ്മൾക്ക് അടുത്തത് ചോദിച്ചിരിക്കുന്നത്. വി ഓഫ് 1. ഓക്കെ, അപ്പോൾ വി ഓഫ് എക്സിൽ നമുക്ക് വി ഓഫ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. വി ഓഫ് 1, ഈ എക്സുകൾക്കെല്ലാം എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 7 മൈനസ് 2 ഇൻറ്റു എക്സ്, അപ്പോൾ 2 ഇൻറ്റു എക്സിന് പകരം 1 ഇൻറ്റു ഇനി 5 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു 1. എക്സിന് പകരം എല്ലാം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 1 കൊടുത്തു. ദാറ്റ് ഈസ് 7 മൈനസ് 1 ഇൻറ്റു 2 2 തന്നെയാണ്. ആൻഡ് 5 മൈനസ് 2 ഇൻറ്റു 1 എന്താണ്? 2 തന്നെയാണ്. 7 മൈനസ് എന്താണ്? 2 ഇൻറ്റു 5 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, നമ്മൾ എഴുതുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് എത്രയാണ്? 5 ഇൻറ്റു 3 എത്ര വന്നു? 15 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വന്നു. വോളിയം ആയതുകൊണ്ടാണ് കേട്ടോ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നമ്മളുടെ വി ഓഫ് 1ഉം കണ്ടുപിടിക്കാനായി സാധിക്കും. ഓക്കെ, അപ്പോൾ സെറ്റ് ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മളോട് ഒരാളെ കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ആരാണ്? വി ഓഫ് 1 1/2. അത് നിങ്ങളിന്ന് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മിസ്സേ ഐഡിയ പറഞ്ഞു തരാം. 1 1/2 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്ക് ഫ്രാക്ഷനിലേക്ക് മാറ്റാനായിട്ട് 1 1/2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 പ്ലസ് ഇവിടെ ഇൻറ്റു ചെയ്തിട്ട് പ്ലസ് 1 ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 എന്ന് പറയുന്നത് 2 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് എത്ര വന്നു? 3/2. നിങ്ങൾക്ക് അറിയാലോ,
മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാനായിട്ട്? അപ്പോൾ 3/2 എന്ന് വരും. എന്ന് പറഞ്ഞാൽ എന്താണ്? v of 3/2 ആയിട്ട് ഒന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 1/2 ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്താണ് വരിക? 3/2 കണ്ടുപിടിക്കുക. എക്സിന് പകരം 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് ഈസിയായി തന്നെ കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ, റെക്റ്റാങ്കിൾ ഒക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ഓക്കെ, ഇവിടെ ഒരു റോപ്പ് തന്നിട്ടുണ്ട്. ഓക്കെ, 1 മീറ്റർ നീളമുള്ള ഒരു റോപ്പാണെന്ന് പറയുന്നുണ്ട്. ഒരു കയറുണ്ട്, ആ ഒരു കയറിൻ്റെ നീളം 1 മീറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ആണ്. ആൻഡ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കയർ ഞാൻ ഇങ്ങനെ മടക്കിയിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചതുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ എന്താണ് ഏരിയ, എന്താണ് പരപ്പളവ് a of x ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ a of x എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? പക്ഷേ നിങ്ങൾ എല്ലാവരും എന്താണ് തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മാത്സിൽ ഈ യൂണിറ്റ് അല്ലെ, സെന്റിമീറ്റർ, മീറ്റർ, ലിറ്റർ അല്ലെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 1 മീറ്റർ ആണ് കയറിൻ്റെ എന്ത് തന്നിരിക്കുന്നത്? നീളം തന്നിരിക്കുന്നത്. പക്ഷേ a of x നമ്മുടെ ഏരിയ പരപ്പളവ് കണ്ടുപിടിക്കേണ്ടത് എന്തിലാണ്? സെന്റിമീറ്ററിലാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മീറ്റർ എന്നുള്ളത് നമുക്ക് ആദ്യം എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മളുടെ എന്താണ് പണി തുടങ്ങാനായിട്ട്. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ എന്താണ് കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? 1 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ട്. ഓക്കെ ആണല്ലോ? ഈ കയർ ഇങ്ങനെ മടക്കി ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ ആണ്? ഓക്കെ, അപ്പോൾ ഈ 1 മീറ്റർ, ഈ മീറ്റർ എന്നുള്ളത് നമുക്ക് എന്തിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ ആണല്ലോ? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അവിടെയും ഞാൻ മീറ്റർ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഏരിയ, പരപ്പളവ് കണ്ടുപിടിക്കണം. L/B ആണ് ഇക്വേഷൻ. പക്ഷേ ഇവിടെ എല്ലും ബിയും ഒന്നും തന്നെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ പോകുവാണ്. ഈ ഒരു കയറാണ് ഞാനിങ്ങനെ മടക്കിയിട്ട് ഈ ഒരു റെക്റ്റാങ്കിൾ ചതുരമാക്കിയിരിക്കുന്നത്. ഒരു റോപ്പ് ഇങ്ങനെ എന്താണ് വളച്ച് ഞാനൊരു ചതുരമാക്കിയിരിക്കുന്നത്, റെക്റ്റാങ്കിൾ ആക്കിയിരിക്കുന്നത്. ഈ റോപ്പിൻ്റെ നീളം എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ എന്തായിട്ട് വരും? പെരിമീറ്റർ അല്ലെ, ആ ചുറ്റുമുള്ള അളവാണ് ഈ ഒരു കയറിൻ്റെ നീളം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, ചുറ്റളവല്ലേ ഈ തന്നിരിക്കുന്ന 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ എല്ലും ബിയും എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിക്കാനായുള്ള ഇക്വേഷൻ? 2 × L + B ആണെന്ന് നമ്മൾക്കറിയാം. ഈ 2 × L + B ആണല്ലോ 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് L + B കണ്ടുപിടിക്കാം. ഇൻറ്റു 2 ഞാൻ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ദാറ്റ് ഈസ് L + B = 100 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻറ്റു 2 ഈക്വൽ ടു അപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. Therefore L + B = എത്ര വന്നു? 50 വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എല്ലും ബിയും തന്നില്ലായിരുന്നു, പക്ഷെ രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ വരുന്നത് 50 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ തന്നില്ലെങ്കിൽ നമ്മളൊരു പേര് കൊടുത്തങ്ങ് ചെയ്യും അല്ലേ? എന്താണ്? L = x എന്ന് ഞാൻ എടുത്തു. അപ്പോൾ ഒന്നുകൂടി മിസ് ചെയ്തുന്നുണ്ട്. എല്ലും ബിയും തമ്മിൽ കൂട്ടുമ്പോൾ L + B = 50 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ L x ആണെങ്കിൽ B എന്ന് പറയുന്നത് 50 - x ആയിരിക്കുമല്ലോ. രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ 50 ആണ്. ഒരാൾ x ആണെങ്കിൽ രണ്ടാമൻ എന്താണ്? 50 - x ആയിരിക്കും. എല്ലും ബിയും കിട്ടി. ഇനി എന്താ? സുഖമായി തന്നെ നമുക്ക് ഏരിയ, നമ്മളുടെ പരപ്പളവ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഏരിയ ഇക്വേഷൻ എഴുതിയേക്കാം. പരപ്പളവ് = L × B. അത് നമ്മൾ a of x ആയിട്ട് എടുത്തിരിക്കുന്നു. ലെങ്ത് എത്രയാണ്? x ഇൻറ്റു എന്താണ്? b എന്ന് പറയുന്നത് 50 - x. 50 - x എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, എന്താ? നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. x × 50, 50x, x × -x. ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇട്ട് കൊടുത്തു. x × x എത്രയാണ്? x² ആണ്. ഇതാണ് നമ്മളുടെ എന്ത്? a of x എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾക്ക് ഒന്നും തന്നില്ലെങ്കിൽ നമ്മൾ എവിടെ എത്തി? ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഓക്കെ, അധികം കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായില്ല. വളരെ സിമ്പിളായി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇനി നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാലോ? ഇതിൻ്റെ കൂടെ സബ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. എന്താണ് പറയുന്നത് നോക്കാം. a of x കണ്ടുപിടിച്ചു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ് ക്വസ്റ്റ്യൻ ആണല്ലേ? a of x തന്നാൽ a of 10ഉം a of 40ഉം കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ രണ്ടുപേരും സെയിം നമ്പർ ആണോ, രണ്ടുപേരുടെയും ഉത്തരം a of 10ഉം a of 40ഉം ഈക്വൽ ആണോ എന്ന് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ
എ ഓഫ് എക്സ് ദാ ഈ ഒരു വാല്യൂ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്താലും കുഴപ്പമില്ല, ഇതെടുത്താലും കുഴപ്പമില്ല. ഓക്കെ, ഞാനിപ്പോൾ ദാ ഇവനെയാണ് എടുക്കുന്നത്. എ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 50 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, 50 മൈനസ് എക്സ് സ്ക്വയർ എടുക്കേണ്ടെന്നാണല്ലേ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അതിന് മുന്നേ ഉള്ളത് എടുക്കാം. എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ്, എക്സ് ഇൻറ്റു 50 മൈനസ് എക്സ്. 50x മൈനസ് എന്താണ് എച്ച് സ്ക്വയർ എടുത്താലും ശരിയാണ് കേട്ടോ. ഞാൻ അതിന് മുൻപ് എടുത്ത കുറച്ചുകൂടി കാൽക്കുലേഷൻസ് കൺഫ്യൂഷൻ ഇല്ലാതെ തീരാൻ വേണ്ടിയിട്ടാണ് അതിന് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് എടുത്തത്. ഓക്കെ, അപ്പോൾ എ ഓഫ് എക്സ് ഞാൻ എഴുതി. ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എ ഓഫ് 10ഉം എ ഓഫ് 40ഉം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് നോക്കാം. യെസ്, എ ഓഫ് 10 എന്ന് പറഞ്ഞാൽ എക്സിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 10 കൊടുക്കണം. 10 ഇൻറ്റു 50 മൈനസ് എക്സ് എത്രയാണ്? 10 ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു 50ൽ നിന്ന് 10 പോയാൽ എത്രയാണ്? 40. ദാറ്റ് ഈസ് 10 ഇൻറ്റു 40 400 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? ഒരാളെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. ആരാണ്? എ ഓഫ് 40. അതുകൂടി ഒന്ന് നോക്കിയേക്കാം. എ ഓഫ് 40 ഈസ് ഈക്വൽ ടു എക്സിന് പകരം എന്ത് കൊടുക്കണം? 40 കൊടുക്കണം. അപ്പോൾ 40 ഇൻറ്റു 50 മൈനസ് 40. ദാറ്റ് ഈസ് 40 ഇൻറ്റു 50ൽ നിന്ന് 40 പോയാൽ 10 ആണ്. എഗെയിൻ നമുക്ക് 400 തന്നെ വന്നു. ഇതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്? രണ്ടുപേരും സെയിം നമ്പർ ആണോ, ഒരേ നമ്പർ ആണോ കിട്ടുന്നത്? അതെ, ഒരേ നമ്പർ ആണ് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ കൺക്ലൂഷൻ കിടക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓക്കെ, ഈ ഒരു എ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈ 50 തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടും എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയാണ് വരുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാ ഇത്രയേ ഉള്ളൂ. എല്ലും ബിയും തമ്മിൽ കൂട്ടിയപ്പോൾ 50 ആണ് വരുന്നത്. ഈ 50നെ സ്പ്ലിറ്റ് ചെയ്തു ഞാൻ എ ഓഫ് 10ഉം എ ഓഫ് 40ഉം അല്ലേ? 10 + 40 50 വന്നു. ഇവർ രണ്ടുപേരും എനിക്ക് ഈക്വൽ ആയിട്ടല്ലേ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 50നെ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ എ ഓഫ് 20 അതുപോലെ തന്നെ ആൻഡ് എ ഓഫ് 30 കണ്ടുപിടിക്കുക. ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് എത്ര തന്നെയായിരിക്കും? ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും കേട്ടോ വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു 600 എന്തോ ആണെന്ന് തോന്നുന്നു ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ 600 ആയിരിക്കും. 600 എന്തോ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ കറക്റ്റായി തന്നെ ഈ 50നെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്ന ഈ നമ്പേഴ്സ് എ ഓഫ് എക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടുപേരും ഈക്വൽ ആയിട്ട് തന്നെയാണ് വരുന്നത്. എ ഓഫ് 20 ഇസ് ഈക്വൽ ടു എ ഓഫ് 30 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ആൻസർ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അതാണ് തേർഡ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഹിൻഡ് കാര്യങ്ങളെല്ലാം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മളോട് പറയുന്നത് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ് പോളിനോമിയൽ ബഹുപദമായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബഹുപദം ആവണമെങ്കിൽ അല്ലെങ്കിൽ ആവരുതെങ്കിൽ എക്സ് റേസ് ടു സംതിങ് വരുമ്പോൾ അത് നമുക്ക് പോളിനോമിയൽ ബഹുപദമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സം ഓഫ് എ നമ്പർ. ഓക്കെ, എന്താണ്? ഒരു നമ്പറിൻ്റെയും ആൻഡ് ഇറ്റ്സ് റെസിപ്രോക്കൽ. വ്യുൽക്രമത്തിൻ്റെയും ഒരു സംഖ്യയുടെയും ഒരു നമ്പറും അതിൻ്റെ റെസിപ്രോക്കലിൻ്റെയും സം തുക എന്നാണ് പറയുന്നത്. നമുക്ക് ആ കണ്ടീഷൻ ഒന്ന് എഴുതിയേക്കാം. ഒരു നമ്പർ, അറിയാത്ത നമ്പറാണ്, അതെ അവനാണ് എക്സ്. ഓക്കെ, എക്സ് ഒരു നമ്പറും അവൻ്റെ റെസിപ്രോക്കലും. അവൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1/x അവരുടെ സം, അവരുടെ തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/x. ക്ലിയർ ആയല്ലോ? ഒരു നമ്പറും അവൻ്റെ റെസിപ്രോക്കലിൻ്റെയും സം തുക എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് 1/x. ഇവൻ നമുക്ക് പോളിനോമിയലായിട്ട് എഴുതാൻ സാധിക്കുമോ? പി ഓഫ് എക്സ് ആണോ, ബഹുപദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ 1/x എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ 1/x എന്ന് പറയുന്നത് x⁻⁻1 എന്നല്ലേ അർത്ഥം. അങ്ങനെയാണെങ്കിൽ x⁻⁻1 വന്നു കഴിഞ്ഞാൽ നമുക്കത് ബഹുപദമായിട്ട് എഴുതാൻ സാധിക്കുമോ? ഇല്ല. സിമ്പിളായിട്ട് ആൻസർ കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചെക്ക് ചെയ്ത് എഴുതി ഒന്ന് നോക്കാം. ഓക്കെ, യെസ്, അപ്പോൾ എഴുതി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. സം ഓഫ് എ നമ്പർ. ഓക്കെ, ഒരു നമ്പറിൻ്റെയും എന്തിൻ്റെയൊക്കെ സമ്മാണ്? ഒരു നമ്പറിൻ്റെയും ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്, ഒരു സംഖ്യയും അതിൻ്റെ വർഗ്ഗമൂലത്തിൻ്റെയും തുക, സം. അപ്പോൾ ഒരു നമ്പർ എടുക്കാം, നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഈ ഒരു നമ്പറിൻ്റെയും അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എക്സും
റൂട്ട് എക്സിൻ്റെയും സം തുക ഇവൻ എക്സ് പ്ലസ് റൂട്ട് എക്സ് എന്ന് വന്നു. ഇവൻ പോളിനോമിയൽ ആണോ ബഹുപദമാണോ എന്ന് ചെക്ക് ചെയ്യണം. മിസ് ഇതും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. x⁻1/2 വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാൻ പറ്റത്തില്ല, അതൊരു ബഹുപദം പോളിനോമിയൽ ആയിട്ട് എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. സോ ഇതും എന്തല്ല, പോളിനോമിയലിൽ കൂട്ടാൻ പറ്റത്തില്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രണ്ട് കേസും മനസ്സിലായല്ലോ? യെസ്. ഇനി അടുത്ത കേസ് എന്താണെന്ന് നോക്കാം. യെസ്, സം എന്ന് പറയുമ്പോൾ കൂട്ടണം, ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുമ്പോൾ കുറയ്ക്കണം. ഇനി അടുത്തതാണ് പ്രൊഡക്റ്റ് അല്ലെ. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ, ഗുണനഫലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദി പ്രൊഡക്റ്റ് ഓഫ് ദി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട്. ഓക്കെ, ഒരു നമ്പറും അതിൻ്റെ സ്ക്വയർ റൂട്ടും ഞാൻ അത് എഴുതുന്നുണ്ടേ. ഒരു നമ്പറും അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെയും സം ഇൻറ്റു പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്, ഇൻറ്റു ആൻഡ് ദി ഡിഫറൻസ് ഓഫ് ദി സ്ക്വയർ റൂട്ട് ആൻഡ് ദി നമ്പർ. ഓക്കെ, ഡിഫറൻസും സമ്മും പറയുന്നുണ്ട്, അവരുടെ ഡിഫറൻസ് വ്യത്യാസവും പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി മിസ് പറയാം. സം എന്ന് പറയുന്നത് പ്ലസ് ആണ്. ഒരു നമ്പർ അതിനെ എക്സ് ആയിട്ട് എടുത്തു, അതിൻ്റെ സ്ക്വയർ റൂട്ട് എക്സ് ആയിട്ട് എടുത്തു. അവരുടെ സം തുകയും അതുപോലെ തന്നെ അവരുടെ വ്യത്യാസം ഡിഫറൻസും എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എന്താണ് റൂട്ട് എക്സ് എന്ന് വരും. അപ്പോൾ ഒന്നുകൂടി എഴുതിയേക്കാം. എന്താണ്, ഒരു നമ്പറും അതിൻ്റെ എന്താണ് സ്ക്വയർ റൂട്ടിൻ്റെയും സം പ്രൊഡക്റ്റ് ഇൻറ്റു ഒരു നമ്പറും അതിൻ്റെ സ്ക്വയർ റൂട്ടിൻ്റെയും ഡിഫറൻസ് വ്യത്യാസം. ഇവർ എഴുതിയിട്ടുണ്ട്. ഇവൻ ഒരു പോളിനോമിയൽ ആണോ ബഹുപദമാണോ എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, റൂട്ട് എക്സ് കാണുമ്പോൾ തന്നെ മിസ്സേ പറ്റത്തില്ല എന്ന് പറയരുത്. ഈ ഒരു കണ്ടീഷൻ നന്നായി നോക്കിക്കേ. നമ്മൾ എവിടെയോ പഠിച്ചു മറന്നല്ലേ, എവിടെയോ കണ്ടു മറന്ന ആളെ പോലെ ഉണ്ടാവും. വേറെ ഒന്നുമല്ല, നമ്മളുടെ ആരാണ്, a പ്ലസ് ബി ഇൻറ്റു a-b. എന്താണ്, എക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു എക്സ് മൈനസ് റൂട്ട് എക്സ് അല്ലെ. എ പ്ലസ് ബി ഇൻറ്റു a-b എന്ന് പറയുന്ന ഇക്വേഷനിലല്ലേ എ പ്ലസ് ബി ഇൻറ്റു a-b എന്ന് പറയുന്ന ഇക്വേഷനിലല്ലേ ഇവർ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഇൻറ്റു a-b a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ? ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്, എക്സ് ആണ്. ആൻഡ് ബിയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്, റൂട്ട് എക്സ് ആണ്. അപ്പോൾ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാലോ. ഇവനെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് എന്താണ് എക്സ്. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബിയുടെ സ്ഥാനത്ത് എന്താണ് കിടക്കുന്നത്, റൂട്ട് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലോ. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ചാപ്റ്ററിലോ തേർഡ് ചാപ്റ്ററിലോ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് ആണ്. നോക്കിക്കേ, ഇവനെ നമുക്ക് എന്തായിട്ട് എഴുതാൻ സാധിക്കും, പോളിനോമിയൽ ആയിട്ട് അല്ലെങ്കിൽ ബഹുപദമായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അവരുടെ പവർ ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ റൂട്ട് കാണുമ്പോൾ തന്നെ ചാടി കയറി എഴുതരുത്. ഇത് വളരെ ക്ലിയർ ആയി തന്നെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. a പ്ലസ് ബി ഇൻറ്റു a-b എന്ന് പറയുന്ന ഫോമിലാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വരാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. യെസ്, നമ്മളുടെ ചാപ്റ്ററിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ് അല്ലേ. പി ഓഫ് എക്സ് തന്നിട്ട് എന്താണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് കാണിച്ചു തരാം. ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ മെൻഷൻ ആക്കിയിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. യെസ്, ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5 ആണ്. ഓക്കെ, എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്, പി ഓഫ് 1, പി ഓഫ് 10, ഈ രണ്ട് പേരെയും കണ്ടുപിടിക്കാം. പി ഓഫ് 1 ഈസ് ഈക്വൽ ടു എക്സിന് പകരം 1 കൊടുക്കുക, സിമ്പിൾ. ദാറ്റ് ഈസ് 2 ഇൻറ്റു എക്സ്, 2 ഇൻറ്റു 1 പ്ലസ് 5. 2 ഇൻറ്റു 1 എത്രയാണ്, 2 പ്ലസ് 5 ദാറ്റ് ഈസ് എത്രയാണ് വരുന്നത്, 7. സിമ്പിളായി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. അതുപോലെ തന്നെ ഇനി എന്ത് കണ്ടുപിടിക്കുക, പി ഓഫ് 10 കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് 10 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് പകരം 10 പ്ലസ് 5. 2 ഇൻറ്റു 10 എത്രയാണ്, 20 പ്ലസ് 5 ദാറ്റ് ഈസ് 25 എന്ന് ആൻസർ സാധിക്കും. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളായി തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തും. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യനും തേർഡ് സബ് ക്വസ്റ്റ്യനും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, യെസ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വരുന്നത്. ജസ്റ്റ് ആദ്യം ഇൻറ്റു എല്ലാം ചെയ്തിട്ട് വേണം പ്ലസും മൈനസ് എല്ലാം ചെയ്യാൻ. ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. ഇവിടെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യെസ്,
ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മിസ്സിന് അറിയാം. എന്താണ്? ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബാക്കി രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 5 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് -1, ഇവിടെ 3 പേരെ നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യത്തെ ആളെ ഞാൻ എന്തായിരുന്നു? പി ഓഫ് 0. ഓക്കെ, എക്സിന് പകരം എത്രയാണ് കൊടുക്കേണ്ടത്? 0 അല്ലെ, 0 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 0 പ്ലസ് 5. 3 ഇൻറ്റു 0, 0 കൊണ്ട് എന്ത് മൾട്ടിപ്പിൾ ചെയ്താലും എന്ത് തന്നെയാണ് കിട്ടുന്നത്? 0 തന്നെയാണ്. 0 പ്ലസ് 5, ദാറ്റ് ഈസ് ഉത്തരം ഈസ് 5. ക്ലിയർ ആണല്ലോ? പി ഓഫ് 0 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് 1 കണ്ടുപിടിക്കാം. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എത്രയായിരുന്നു? 3x പ്ലസ് 5. ദെർഫോർ പി ഓഫ് 1 അല്ലെ, എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? 1 കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 പ്ലസ് 5. 3 ഇൻറ്റു 1 3 പ്ലസ് 5 ഇസ് ഈക്വൽ ടു 8. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവനെയും നമുക്ക് ഈസി ആയി തന്നെ ആൻസറിലേക്ക് എത്താൻ സാധിച്ചു. ഇനി നെക്സ്റ്റ് വൺ ഒരാളെ കൂടെ കണ്ടുപിടിക്കാനുണ്ടല്ലേ, പി ഓഫ് -1. അപ്പോൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x പ്ലസ് 5, ദാറ്റ് ഈസ് പി ഓഫ് -1. എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്? മൈനസ്. അപ്പോൾ 3 ഇൻറ്റു എക്സിന് പകരം -1 പ്ലസ് 5. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എത്രയാണ്? 3 ഇൻറ്റു -1 ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എത്രയാണ്? -3 പ്ലസ് 5. ഇതാ നോക്കിക്കേ, രണ്ടും വേറെ വേറെ ഡിഫറെൻറ്റ് സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടാം. ഇവിടെ 5 ആണോ 3 ആണോ വലുത്? 5 ആണ്. അപ്പോൾ 5ൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ 2 വന്നു. വലുതിൻ്റെ സൈൻ 5ൻ്റെ സൈൻ എന്താണ്? പോസിറ്റീവ്. സോ ഉത്തരം ഈസ് പോസിറ്റീവ് 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ബാക്കി സബ് ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ തീർച്ചയായിട്ടും തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഒരു ട്രാക്കിലേക്ക് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ആ ഒരു ഐഡിയ വന്ന് കാണുമല്ലോ, പി ഓഫ് എക്സും എ ഓഫ് എക്സ് എല്ലാം. ഓക്കെ, പെരിമീറ്റർ ഏരിയ എല്ലാം അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഫിഗേഴ്സിൻ്റെ, റെക്റ്റാങ്കിൾ സ്ക്വയറിൻ്റെ എല്ലാം. ഓക്കെ, പിന്നെ മിസ്സിന് പറയാനുള്ളത് ദെൻ വേറെ എന്താണ്? ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ പി ഓഫ് എക്സ് തന്നിട്ട് നമ്മളോട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഇടയിലും നമുക്ക് എന്താണ് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, നല്ല സൂപ്പറായിട്ട് തന്നെ പഠിച്ച് അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതാം. ഓക്കെ, നല്ല കുഞ്ഞ് ചാപ്റ്ററാണ്. അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ടെക്സ്റ്റ് ബുക്കിലെയും അതുപോലെ തന്നെ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തീർച്ചയായും തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതി നന്നായിട്ട് തന്നെ പഠിച്ച് നല്ല മാർക്കോടെ തന്നെ പാസ്സാവട്ടെ. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ, താങ്ക് യു.